ഒരു 4-5 വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞിന്റെ സംസാരത്തിൽ വ്യക്തത വരാത്തൊരു പ്രശ്നമുണ്ടോ? അതായത് കേൾക്കുന്നവരൊക്കെ പറയാണ് കുഞ്ഞ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ? എന്തായിരിക്കും കാരണം എന്ന് വീട്ടിലിരുന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് സംസാരത്തിന് വ്യക്തത കുറവ് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നാക്കിനടിയിൽ ഉണ്ടാവുന്ന കെട്ടാണ്. അപ്പൊ അത് എങ്ങനെയാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പൊ നാക്കിനടിയിൽ കെട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ നാക്കിന്റെ ചലനം എല്ലാം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അതിന്റെ മൂവ്മെന്റ്സ് എല്ലാം കുറവായിരിക്കും. ഇപ്പൊ നമ്മളൊരു ശബ്ദം പറയുമ്പോൾ നാക്ക് പല സ്ഥലങ്ങളിൽ ടച്ച് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നാക്കിനടിയിലുള്ള കെട്ടുള്ള കുട്ടികൾക്ക് നാക്കിന്റെ ചലനം അതത് സ്ഥലത്തോട്ട് മൂവ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവും നാക്കിന്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? നാക്ക് നന്നായിട്ട് പുറത്തേക്ക് നീട്ടാനും അതുപോലെ നാക്ക് നീട്ടി മേൽ ചുണ്ടിൽ തട്ടാനും താഴത്തെ ചുണ്ടിന് താഴെ തട്ടാനും ഇരുവശങ്ങളിലോട്ട് ഈ കോർണേഴ്സിലോട്ട് നാക്ക് നീട്ടി തൊടാനും പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ കാണിച്ചു കൊടുത്താലും അങ്ങനെ ചെയ്യാൻ കുറച്ച് മടി ഉണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് ഹണി അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഇതൊക്കെ മേൽ ചുണ്ടിലും താഴത്തെ ചുണ്ടിലും ഇരുവശങ്ങളിലും വെച്ചു കൊടുത്ത് നാക്ക് നീട്ടിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഈ നാക്ക് നീട്ടി ഇരുവശങ്ങളിലോട്ടും മേൽചുണ്ടിലോട്ടും ഒന്നും ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാക്കിനടിയിൽ ഉള്ള കെട്ടാണ് അതിനുള്ള കാരണം. അപ്പൊ നാക്ക് വരുത്താനായിട്ട് നാക്കിനടിയിലുള്ള കെട്ടുള്ളതാണോ, നാക്കിന്റെ മൂവ്മെന്റ്സ് കുറയുന്നത് നാക്കിനടിയിലുള്ള കെട്ടുകൊണ്ടാണോ എന്ന് അറിയാനായിട്ട് ഉടൻ തന്നെ ഒരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണുക.